അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. നമ്മളിന്ന് തുടങ്ങുന്നു സെക്കൻഡ് ചാപ്റ്റർ, അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ പേര് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. പ്യുവറായിട്ട് പൂർണ്ണമായും തിയറി ചാപ്റ്ററാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലം ചാപ്റ്ററുകളുടെയും ബേസാണ് ഈ ചാപ്റ്റർ. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൽ കുറേ പ്രിൻസിപ്പിളുകളുണ്ട്, തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെക്കുറിച്ചും അക്കൗണ്ടിങ്ങിൻ്റെ റൂളുകളെക്കുറിച്ചും ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസും റൂൾസും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടൻസിയുടെ ബുക്കുകൾ തയ്യാറാക്കാൻ പറ്റൂ. അപ്പം എല്ലാ ചാപ്റ്ററുകളുടെയും ബേസായിട്ട് വരുന്ന ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അതുപോലെ തന്നെ അക്കൗണ്ടൻസിയുടെ ബേസാണ് സെക്കൻഡ് ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ പേര് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ പാർട്ടിലോട്ട് കിടക്കുകയാണ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് ഗ്യാപ്പ്. ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി എന്താ ജനറലി എന്ന് വെച്ചാൽ എല്ലാവരും, പൊതുവെ. അക്സെപ്റ്റഡ് എന്താ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്ന. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ തത്വങ്ങൾ. ഇതാണ് ഗ്യാപ്പ്. ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ തത്വങ്ങൾ. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഗ്യാപ്പ്. അപ്പോൾ എന്താണ് ഗ്യാപ്പ് എന്ന് നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് പറയാം. ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ആർ കാൾഡ് ഗ്യാപ്പ്. റൂൾസ്, നിയമങ്ങൾ. ആൻഡ് ഗൈഡ് ലൈൻസ് എന്താ ഗൈഡ് ലൈൻസ്, വഴികാട്ടികൾ. റൂൾസ്, നിയമങ്ങൾ, ഗൈഡ് ലൈൻസ്, വഴികാട്ടികൾ. യൂസ്ഡ് ഉപയോഗിക്കുന്നു. ഫോർ പ്രിപ്പയറിംഗ് എന്താ പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക. അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റൂൾസിനെയും ഗൈഡ് ലൈൻസ് വഴികാട്ടികളെയുമാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ബുക്കുകൾ, റിപ്പോർട്ട് എന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിൻ്റെ ബുക്കുകൾ. ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ കുറേ ബുക്കുകൾ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ആ ബുക്കുകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ചില നിയമങ്ങളെയും വഴികാട്ടികളെയും നമ്മൾ ജനറലി പറയുന്ന പേരാണ് ഗ്യാപ്പ്. ഇത് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസാണ്. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അക്കൗണ്ടൻസി ഫോളോ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യേണ്ട റൂൾസും ഗൈഡ് ലൈൻസുമാണ്. ഇത് വെച്ചുകൊണ്ടാണ് അവർ അവരുടെ ബുക്കുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്യാപ്പ്? സിമ്പിളായിട്ട് പറഞ്ഞ സെൻറ്റൻസ് ഫുൾ ഫോം പറയുക എന്നുള്ളതാണ്. എന്താണ് ഫുൾ ഫോം? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇനി അതിൻ്റെ ഒരു സെൻറ്റൻസ് ആയിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്, നിയമങ്ങളും വഴികാട്ടികളും. യൂസ്ഡ് ഉപയോഗിക്കുന്നു. ഫോർ പ്രിപ്പയറിംഗ് തയ്യാറാക്കാൻ. അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റൂൾസ്, നിയമങ്ങളെയും വഴികാട്ടികളെയും വിളിക്കുന്ന പേരാണ് ഗ്യാപ്പ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾ, ഏതൊക്കെയാണ് ആ റൂള് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ റൂള് നമ്മൾ പഠിക്കുന്നു, വളരെ പ്രധാനപ്പെട്ടതാണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. 3 പേരുകളാണ് ഇതിലുള്ളത്. സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് പറയുന്നു ഒരു ബിസിനസ്സിന് ആ ബിസിനസ്സിൻ്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായൊരു നിലനിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ബിസിനസ്സിനെ ഈ ഓണറിനെ ഇവിടെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഓണർ വേറെ, ബിസിനസ് വേറെ. അപ്പം ബിസിനസ്സിന് അതിൻ്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണെന്ന് സങ്കല്പിക്കുക. എൻ്റെ ഫാമിലി എൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് എന്തെടുത്തു? ഡ്രസ്സ് എടുത്തു. ദർ ഈസ് അബൌട്ട് 3000 റുപ്പീസിൻ്റെ ഡ്രസ്സ് എടുത്തു. ആസ് എ ഗുഡ് ബിസിനസ് മാൻ, നല്ലൊരു ബിസിനസ്സുകാരനാണ് എങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ റൂള് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ 3000 റുപ്പീസ് എൻ്റെ ഫാമിലിയിൽ നിന്ന് വാങ്ങണം. കാരണം ഫാമിലി വേറെ, ബിസിനസ് വേറെ. ബിസിനസ്സിനെ ഫാമിലി ആയിട്ടോ ഒന്നും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അപ്പം ഓണറിൽ നിന്നും വ്യത്യസ്തമായൊരു നിലനിൽപ്പ് ബിസിനസ്സിനുണ്ട്.
ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ബിസിനസ് ആരംഭിച്ചാൽ അതിൻ്റെ അർത്ഥം ബിസിനസ് എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങി എന്നാണ്. അങ്ങനെ വേണം നമ്മൾ ചിന്തിച്ച് ബിസിനസ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിൽ നിന്നും ബിസിനസ് 1 ലക്ഷം രൂപ എന്ത് ചെയ്തു, കടം വാങ്ങി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഈ റൂളുകളെല്ലാം ഫോളോ ചെയ്യുന്നത് ആരാണ്? അക്കൗണ്ടൻ്റ് ആണ്. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അക്കൗണ്ടൻ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് ഓണറുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചല്ല. നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നത് അക്കൗണ്ടന്റിന്റെ ഭാഗത്തു നിന്നാണ്, ഓണറുടെ ഭാഗത്തല്ല. ബിസിനസ്സാണ് അവിടുത്തെ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലേ? ബിസിനസ്സിന്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. അപ്പം നമ്മൾ ബിസിനസ്സിന്റെ ഭാഗത്തു നിന്നേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ഓണറുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ. നമ്മൾ ഒരു ബിസിനസ്സിന് അതിൻ്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പുണ്ട്. ഓണറിനെ കൂടെ ബിസിനസ്സിലൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഓണറിനെ നമ്മൾ കാണേണ്ടത് ബിസിനസ്സിന് പണം കടം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ കാണാവൂ. ഓക്കെ, നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ, ഇല്ലേ? എന്താണ് ഡ്രോയിങ്സ്? സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്നും ഓണർ പണമോ സാധനങ്ങളോ പിൻവലിച്ചാൽ അതിനെ വിളിക്കുന്ന പേരല്ലേ ഡ്രോയിങ്സ്. എന്തുകൊണ്ടത് റെക്കോർഡ് ചെയ്യുന്നു? ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്, അല്ലേ? അയാളെ സ്വന്തം ആവശ്യത്തിന് പൈസ എടുത്തുകൊണ്ട് പോയി, അപ്പോൾ അത് തീർച്ചയായിട്ടും ഡ്രോയിങ്സ് ആണ്. അതായത് അയാളുടെ ക്യാപിറ്റൽ അവിടെ കുറഞ്ഞു എന്നേ നമ്മൾ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ അയാൾ 1 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങി, അയാളുടെ ക്യാപിറ്റൽ 1 ലക്ഷം. അതിൽ നിന്ന് 5000 രൂപ അയാൾ എടുത്തു, അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ 1 ലക്ഷം 5000 പോയി, 95,000 ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം റെക്കോർഡ് ചെയ്തത് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. ഒരു ബിസിനസ്സിന് അതിൻ്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പുണ്ട്. ഓണറിനെ നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു കടക്കാരനായിട്ട് മാത്രമേ, അതായത് ബിസിനസ്സിന് പണം കടം കൊടുത്തിരിക്കുന്ന വ്യക്തിയായിട്ട് മാത്രമേ കാണാവൂ. അപ്പോൾ ഇവിടെ പറയുന്നു, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് എ ബിസിനസ് ഷുഡ് ഹാവ്, ബിസിനസ്സിനുണ്ട് എ സെപ്പറേറ്റ് എൻറ്റിറ്റി, സെപ്പറേറ്റ് വ്യത്യസ്തമായ എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് വെച്ചാൽ നിലനിൽപ്പ്, എക്സിസ്റ്റൻസ്, എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ. ആരിൽ നിന്നും? അതിൻ്റെ ഓണറിൽ നിന്നും. ഒരു ബിസിനസ്സിന് അതിൻ്റെ ഓണറിൽ നിന്നും സെപ്പറേറ്റായ വ്യത്യസ്തമായ ഒരു എൻറ്റിറ്റി ഉണ്ട്, നിലനിൽപ്പുണ്ട്. അവിടെ പറയുന്നു, ദ ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ്. ഓണറിനെ ബിസിനസിന്റെ ക്രെഡിറ്റർ, കടക്കാരനായിട്ട് മാത്രമേ നമ്മൾ കാണാവൂ. ബിസിനസ്സിന് പണം കടം കൊടുത്തിരിക്കുന്ന വ്യക്തിയായി മാത്രമേ നമ്മൾ ഓണറിനെ കാണാവൂ. ഇപ്പോൾ 2 സെന്റൻസേ പറയുന്നുള്ളൂ. ആദ്യത്തെ സെന്റൻസ് പറയുന്നു, ബിസിനസ്സിന് അതിൻ്റെ ഓണറിൽ നിന്നും സെപ്പറേറ്റ് ആയ വ്യത്യസ്തമായ ഒരു എൻറ്റിറ്റി ഉണ്ട്. എൻറ്റിറ്റി എന്ന് വെച്ചാൽ നിലനിൽപ്പുണ്ട്. അതായത് ബിസിനസ് വേറെ, ഓണർ വേറെ, രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. അടുത്ത സെന്റൻസ് പറയുന്നു, ദ ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ്. ഓണറിനെ നമ്മൾ ബിസിനസിന്റെ ക്രെഡിറ്റർ, കടക്കാരനായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാവൂ, പരിഗണിക്കാവൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു, സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ അടുത്ത പ്രിൻസിപ്പിളിലേക്ക് പോവാണ്. 2, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറയുന്നത്? നമ്മൾ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുടെ ലിമിറ്റേഷനൊക്കെ പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞു, മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞു. പണപരമായ കാര്യങ്ങൾ പണമാക്കി മാറ്റാൻ കഴിയുന്നത് മാത്രമേ നമുക്ക് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റ് പറയുന്നു, only those transactions which can be measured in terms of money. നമുക്ക് പണത്തിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് ഏതാണോ അത് മാത്രമേ നമുക്ക് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. only those transactions, ഏത് ട്രാൻസാക്ഷൻസ് ആണോ which can be measured in terms of money, പണത്തിൽ മെഷർ ചെയ്യാൻ, അളക്കാൻ പറ്റുന്നത്, അത് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒരാളെ സെയിൽസ്മാനായി അപ്പോയിന്റ് ചെയ്തു. അയാളോട് നമ്മൾ പറഞ്ഞു, നീ 5 ലക്ഷം രൂപയുടെ സാധനം ഈ മാസം വിൽക്കണം, നിനക്ക് 25,000 rupees കമ്മീഷൻ തരും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ അയാളുടെ മാക്സിമം എഫിഷ്യൻസി ഉപയോഗിച്ച്, ഇൻ്റലിജൻസ് ഉപയോഗിച്ചു, അയാൾ 5 ലക്ഷം രൂപയുടെ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അങ്ങനെ സ്ഥാപനം അയാൾക്ക് 25,000 rupees കമ്മീഷൻ കൊടുത്തു. ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. സെയിൽസ് 5 lakh, കമ്മീഷൻ 25,000, ഇത് റെക്കോർഡ് ചെയ്യാം. കാരണം അത് മോണിറ്ററി ടേംസ് ആണ്, പണപരമാണ്. പക്ഷേ ഈ 5 ലക്ഷം രൂപയുടെ സാധനം വിൽക്കാൻ അയാൾ ഉപയോഗിച്ച അയാളുടെ എഫിഷ്യൻസി, ഇൻ്റലിജൻസ്, ഇതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അതിനെ പണമാക്കി മാറ്റാൻ പറ്റില്ല.
അപ്പോൾ പണമാക്കി മാറ്റാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചു, എക്കണോമിക് ഈവൻസ്, നോൺ എക്കണോമിക് ഈവൻസ് എല്ലാം. എംപ്ലോയീസ് സ്ട്രൈക്ക്, സമരം ഉണ്ടാക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയീസ് റിസൈൻ ചെയ്തു. നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ, കൂടെ മത്സരിക്കുന്ന ഒരാൾ ഒരു പുതിയ സ്ഥാപനം തുടങ്ങി. ഇതൊന്നും നമുക്ക് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. ഇതൊന്നും എന്തല്ല, എക്കണോമിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ല, പണമാക്കി മാറ്റാൻ കഴിയില്ല. അപ്പോൾ ബിസിനസ്സിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിളാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓക്കെ, രണ്ടെണ്ണം പഠിച്ചു. അടുത്ത നമ്മൾ പോകുന്നു, മൂന്നാമത്തേന് പോവാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ്, നമ്മളൊരു വാക്കിനോടൊപ്പം ING ചേർക്കണം. എന്തിനാ? കണ്ടിന്യൂസിനെ കാണിക്കാനല്ലേ. റണ്ണിങ്, ജമ്പിങ്, അങ്ങനെയൊക്കെ നമ്മൾ ING ചേർക്കുന്നത് കണ്ടിന്യൂസ്, തുടർച്ചയെ കാണിക്കാനാണ്. അപ്പോൾ ഗോയിങ്, പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു തുടർച്ചയുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, ഈ കൺസെപ്റ്റ് പറയുന്നു, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ്, നമ്മൾ അസ്യൂം ചെയ്യണം. എന്താ അസ്യൂം ചെയ്യുക? സങ്കല്പിക്കണം. നമ്മൾ അങ്ങ് സങ്കല്പിക്കണം. ദ ബിസിനസ് ഷുഡ് ഹാവ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്. നമ്മുടെ ബിസിനസ്സിന് എന്തുണ്ട്? ഒരു ഇൻഡെഫിനിറ്റ് ലൈഫ്. എന്താ ഇൻഡെഫിനിറ്റ്? അനന്തം, ഒരിക്കലും അവസാനിക്കാത്ത, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്ന ഒരു ലൈഫുണ്ട്. നമ്മളെല്ലാവരും ബിസിനസ് ആരംഭിക്കുന്നത് 2 വർഷം കഴിയുമ്പോൾ ബിസിനസ് മതിയാക്കണം എന്ന് പറഞ്ഞാണ്. അല്ല, വല്ല ലാഭത്തിൽ വളരെ കാലം ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെയും നമ്മൾ ചിന്തിക്കാവും. അങ്ങനെ ചിന്തിച്ചാലേ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ എന്തായാലും എൻ്റെ ബിസിനസ് 1 വർഷമേ ഉള്ളൂ, അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ എന്ന് ചിന്ത വരും. ശരിയല്ലേ? പക്ഷേ ലോങ് ടൈമിൽ നിലനിൽക്കണം എന്നൊരു താല്പര്യമുള്ളവനെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ ഇവിടെ പറയുന്നു, ഒരു ബിസിനസ്സിന് ഇൻഡെഫിനിറ്റായ, അനന്തമായ, ഒരിക്കലും അവസാനിക്കാത്ത ലൈഫ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം, സങ്കല്പിക്കണം. ആ സങ്കല്പിച്ച് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. അടുത്ത സെന്റൻസ് പറയുന്നു, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു ഇൻ ദ സെൻസ് ദാറ്റ് ദ ബിസിനസ് ഈസ് നോട്ട് ലിക്വിഡേറ്റഡ് ഇൻ നിയർ ഫ്യൂച്ചർ. ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ, ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ടാണ്? നമ്മുടെ ബിസിനസ് നിയർ ഫ്യൂച്ചർ, അടുത്ത കാലത്തൊന്നും അടച്ചുപൂട്ടില്ല. നമ്മുടെ ബിസിനസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ലിക്വിഡേറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം അടച്ചുപൂട്ടുക. നമ്മുടെ ബിസിനസ് അടുത്ത കാലത്തൊന്നും അടച്ചുപൂട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പൊ 2 സെന്റൻസേ പറയുന്നു. ആദ്യത്തെ സെന്റൻസിൽ പറയുന്നു, നമ്മുടെ ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് ആയ, അനന്തമായ ലൈഫ് ഉണ്ടെന്ന് സങ്കല്പിക്കണം. അടുത്ത സെന്റൻസ് പറയുന്നു, ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് നിയർ ഫ്യൂച്ചർ, അടുത്ത കാലത്തൊന്നും എന്ത് ചെയ്യില്ല, നോട്ട് ലിക്വിഡേറ്റഡ്, അടച്ചു പൂട്ടില്ല എന്ന സെൻസിലായിരിക്കണം ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. പഠിച്ചല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന അവസാനത്തെ പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ്. എന്താണ് അക്കൗണ്ടിങ് പീരീഡ്? പീരീഡ് എന്ന് വെച്ചാൽ എന്താ? കാലയളവ്. നമ്മുടെ അക്കൗണ്ടിങ്ങിന് ഒരു പീരീഡ് ഉണ്ട്, കാലയളവുണ്ട്. എല്ലാ ബിസിനസ്സിൻ്റെയും കാലയളവ് ഒന്നല്ല. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് പീരീഡ്? ഒരു ബിസിനസ് അവരുടെ ബുക്കുകൾ തയ്യാറാക്കുന്ന കാലയളവിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ്. ലാഭവും നഷ്ടവും കണ്ടുപിടിക്കണ്ടേ? ലാഭവും നഷ്ടവും കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാലയളവ് വേണ്ടേ? അപ്പോൾ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ വേണ്ടി ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ പീരീഡ് ഓഫ് ഇൻ്റർവെലിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ്. ചില സ്ഥാപനങ്ങൾ മാസം തോറുമാണ് ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അക്കൗണ്ടിങ് പീരീഡ് 1 മാസം, ചിലർ 3 മാസത്തിൽ, ചിലർ 6 മാസത്തിൽ, ചിലർ വർഷത്തിലാണ്. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബുക്കുകൾ തയ്യാറാക്കുന്ന ആ കാലയളവിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ CIT എന്ന നമ്മുടെ സ്ഥാപനം, നമ്മൾ മന്ത്ലിയാണ് ലാഭമാണോ നഷ്ടമാണോ നോക്കുന്നത് എങ്കിൽ, ഇപ്പോൾ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്താൽ ജനുവരി 31 വരെ, ജനുവരി 1 മുതൽ 31 വരെയുള്ള ട്രാൻസാക്ഷനാണ് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ അക്കൗണ്ടിങ് പീരീഡ് ജനുവരി 1 to ജനുവരി 31, ദാറ്റ് ഈസ് 1 മന്ത്. എന്നാൽ വർഷത്തിലാണ് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കുന്നതെങ്കിൽ ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ, അല്ലെങ്കിൽ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ. അങ്ങനെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ പീരീഡ് ഓഫ് ഇന്റർവെലിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ്. യൂഷ്വലി, സാധാരണയായി 365 ഡേയ്സ് ഓർ 52 വീക്സ്
365 ദിവസം അല്ലെങ്കിൽ 52 ആഴ്ച. ഇതിനെയാണ് ഒരു ഫെയർ അക്കൗണ്ടിങ് പീരീഡായി കാണുന്നത്. ഫെയർ എന്ന് വെച്ചാൽ നല്ല, മാന്യമായ, റീസണബിളായ. മാസത്തെ കണ്ടുപിടിക്കുന്നവരുണ്ട്, 3 മാസം കണ്ടുപിടിക്കുന്നവരുണ്ട്, 6 മാസത്തിൽ ഒരിക്കൽ കണ്ടുപിടിക്കുന്നവരുണ്ട്. പക്ഷെ അതൊരു ഫെയർ അക്കൗണ്ടിങ് പീരീഡ് അല്ല. ഒരു ഫെയർ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 365 ഡേയ്സ് ഓർ 52 വീക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. ഒരു ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബിസിനസിന്റെ ബുക്കുകൾ തയ്യാറാക്കുന്ന ആ കാലയളവിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ, ഒരു ഫെയർ ആയിട്ടുള്ള അക്കൗണ്ടിങ് പീരീഡ് എന്ന് വെച്ചാൽ ഒന്നുകിൽ 365 ഡേയ്സ് അല്ലെങ്കിൽ 52 വീക്സ്, ദാറ്റ് ഈസ് 1 ഇയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഗ്യാപ്പ്. എന്താ ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അവിടെ പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റൂൾസ്, നിയമങ്ങളെയും ഗൈഡ് ലൈൻസ്, വഴികാട്ടികളെയും വിളിക്കുന്ന പേരാണ് ഗ്യാപ്പ്. ഒന്നാമത് പഠിച്ചത് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അവിടെ പറയുന്നു ഒരു ബിസിനസ്സിന് അതിൻ്റെ ഓണറിൽ നിന്നും സെപ്പറേറ്റ് ആയ എൻറ്റിറ്റി ഉണ്ട്. ഓണറിനെ ബിസിനസ്സിലൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഓണറിനെ നമ്മൾ ബിസിനസ്സിന് കടം കൊടുത്തിരിക്കുന്ന ഒരു ക്രെഡിറ്റർ, കടക്കാരനായിട്ട് മാത്രമേ കാണാവൂ. 2, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അവിടെ പറയുന്നു പണപരമായ, പണമാക്കി മാറ്റാൻ കഴിയുന്ന, പണത്തിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ബിസിനസ്സിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ഒരാളുടെ എഫിഷ്യൻസിയോ ഇൻ്റലിജൻസോ ഓണസ്റ്റിയോ ഒന്നും നമുക്ക് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 3, ഗോയിങ് കൺസേൺ. അവിടെ പറയുന്നു നമ്മുടെ ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് ലൈഫ്, അനന്തമായ ഒരു ലൈഫ് ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കണം. നമ്മുടെ ബിസിനസ് അടുത്ത കാലത്തെന്നും അടച്ചുപൂട്ടില്ല എന്ന് ചിന്തിച്ചാവണം ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ ബുക്കുകൾ തയ്യാറാക്കുന്ന ആ പീരീഡ് ഓഫ് ഇൻ്റർവൽ, കാലയളവിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഒരു ഫെയർ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 365 ഡേയ്സ് അല്ലെങ്കിൽ 52 വീക്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത് പ്യുവർ തിയറിയാണ്. നമുക്ക് ചിലപ്പോൾ ബോറൊക്കെ ആവും. അതുകൊണ്ടാണ് ചെറിയ കുറച്ച് പാർട്ടായിട്ട് പഠിപ്പിക്കുന്നത്. ഏകദേശം 10-16 പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം 4 പ്രിൻസിപ്പിളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇത് പഠിച്ച് ഒരിക്കലും കാണാൻ പഠിക്കരുത്, മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.